കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സന്ധ്യയിൽ ഇവിടെ ആയിരിക്കുന്ന ദൈവസഭയോട് ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ മുഖത്തപ്പെടുത്തുവാൻ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. പ്രിയ രാജീവ് പാസ്റ്റർ കഴിഞ്ഞ നാൾ വിളിച്ച് പറഞ്ഞ ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, നമുക്ക് ഒരുമിച്ച് വരണം. ഞങ്ങൾ സുവിശേഷ വയൽപ്പുറത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ദൈവം അതിനായിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. നിങ്ങളും അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർക്ക് വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. പ്രിയരെ, അങ്ങനെയെങ്കിൽ ഈ പ്രദേശങ്ങൾ പലപ്പോഴും ഇടുക്കിയുടെ പല പ്രദേശങ്ങളിൽ ഞാൻ കടന്നു വരാനായിട്ട് അവസരം ലഭിച്ചിരുന്ന ഈ ഭാഗത്ത് നിന്ന് ആണ് കടന്നു വരാനായിട്ട് കഴിഞ്ഞത്. ഞാനും രൺസിംഗ് സഹോദരനും കൂടെയാണ് എറണാകുളത്ത് വന്നത്. പ്രിയ കർത്തദാസിനെ പലപ്പോഴും കണ്ട് മുഖപരിചയമുണ്ട്. എന്നാൽ ഇന്ന് ഒരുമിച്ച് കർത്താവിൽ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം ഒരുക്കി. രാജീവ് പാസ്റ്റർ, ബോസ് പാസ്റ്റർ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളുടെ എല്ലാവർക്കും പലരുമായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് കർത്താവിനെ സാക്ഷീകരിപ്പാനൊക്കെ അവസരം ഒരുക്കി. എല്ലാത്തിനും കർത്താവിന് നന്ദി പറയുന്നു. അല്പസമയം സാക്ഷ്യമായി ചില കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുപ്പാനായിട്ട് ഞാൻ ശരണപ്പെടുകയാണ്. ഫിലിപ്പിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് ഈ സന്ധ്യയെങ്കിൽ സന്തോഷമുണ്ട്? കാരാഗ്രഹത്തിനകത്ത് കിടന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്റെ ഫിലിപ്പിയ സഭയിലുള്ള സഹോദരങ്ങൾക്ക് എഴുതുന്ന കത്തിൽ മുഖവരിയായിട്ട് താൻ പറയുന്നത്, കാരണം താൻ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് സഭയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് വളരെ പ്രയാസമുണ്ട്, അവരുടെ ഹൃദയത്തിനകത്ത് വളരെ ദുഃഖമുണ്ട്. എന്നാൽ താൻ അവരെ ധൈര്യപ്പെടുത്തുകയാണ്. എനിക്ക് ഈ ഭവിച്ചത് എന്താണ്? സുവിശേഷ നിമിത്തം തടവിലായിരിക്കുന്നു. അത് എന്തിന് കാരണമായി തീരുമെന്ന് താൻ പറഞ്ഞത്? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെല്ലാം ഇത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? അതെ, ജീവിതത്തിൽ ഉടനീളം വ്യത്യസ്തമായ അനുഭവങ്ങൾ നമ്മൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകാം, വീഴ്ചകൾ സംഭവിച്ചേക്കാം. എന്നാലും കൈവിടാത്തൊരു കർത്താവ് നമ്മെ നിലനിർത്തുന്നു. എന്തിനു വേണ്ടിയാണ്? ചന്ദ്രന് ഒരിക്കലും സ്വയം പ്രകാശിക്കാൻ കഴിയത്തില്ല. പിന്നെ ചന്ദ്രൻ പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? സൂര്യന്റെ സപ്പോർട്ട് വേണം. അപ്പോൾ തീർച്ചയായിട്ടും ദൈവകൃപ നമ്മുടെ മേലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് കഴിയത്തുള്ളൂ. അപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ഇവിടെ കാരാഗ്രഹത്തിൽ കിടന്ന പലരും ഇതിനകത്തുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കിടന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ആദ്യകാലത്തൊക്കെ ഭയങ്കര തെളിവുറപ്പായിരുന്നു, എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത്. അപ്പൊ മതിലിന്റെ പൊക്കമൊക്കെ ഞങ്ങൾ നോക്കും. ഞങ്ങളെ പുറത്തേക്ക് ഉദ്യോഗസ്ഥന്മാര് കൊണ്ടുപോകുന്ന സമയത്ത് ഗ്യാപ്പൊക്കെ നോക്കും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വഴിയിടുമെന്നൊക്കെ നോക്കും. എങ്ങനെയെങ്കിലും പുറത്ത് പോകണം. സ്വാതന്ത്ര്യമില്ലെങ്കിൽ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ അങ്ങനെയാണല്ലോ. കഴിഞ്ഞ ദിവസം തന്നെ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലേ, എല്ലാവർക്കും അറിയാം, പേപ്പറിലൊക്കെ വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. താൻ ജയിലിൽ നിന്ന് ചാടിപ്പോയി. ഒരിക്കലും ചാടിപ്പോകാൻ ഒരു സാധ്യതയില്ല. പക്ഷെ തന്റെ ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും ഇതിന്റെ പുറത്ത് വരണം. അപ്പൊ അതിനുവേണ്ടി അവൻ പ്രയത്നിച്ചു. എന്തൊക്കെ പണി കാണിച്ചാലും അവൻ പുറത്തു വന്നു. ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്വാതന്ത്ര്യമില്ലാതെ കിടക്കുന്നവൻ സ്വാതന്ത്ര്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിന് വേണമെങ്കിൽ ആരെങ്കിലും 4 പേരെ കൂട്ടുപിടിച്ച് അതിനകത്ത് പുറത്തു പോകാനുള്ള എന്തെങ്കിലും വഴി അന്വേഷിക്കാമായിരുന്നു. പക്ഷെ അതല്ല താൻ അന്വേഷിച്ചത്. അവിടെ കിടന്നുകൊണ്ട് ചില സഹോദരന്മാർക്ക് എഴുതുകയാണ്, എനിക്ക് ഈ ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഈ സാമ്പത്തികമായ അഭിവൃദ്ധി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇല്ലേ, അതൊരു ദൂത. സാമ്പത്തികമായ അഭിവൃദ്ധി എന്നൊക്കെ പറയുമ്പോഴത്തേക്കല്ലേ നമ്മുടെ ജീവിതത്തിൽ അതല്ലേ ആഗ്രഹിക്കുന്നത്? നമ്മളെല്ലാ നിലകളിലും ഐശ്വര്യം അഭിവൃദ്ധിയോടുകൂടെ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയെ കുറിച്ച് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ദേവദാസൻ പറഞ്ഞ് എനിക്ക് സുവിശേഷം അറിയിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട്?
ഇത് നമ്മിലൂടെ അല്ലാതെ പിന്നെ ആരാ ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്? നമുക്കറിയാം, നമുക്ക് ചുറ്റുമായിട്ട് എത്രയോ വൃക്ഷലതാദികൾ ഉണ്ട് അല്ലേ? അതിനകത്തൊക്കെ പൂവും കായും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിലും ഈ പറഞ്ഞതുപോലെ ചില ക്രമീകരണങ്ങൾ നടക്കണം. അതിന് പരാഗണം എന്നാണ് പറയുന്നത്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം അല്ലേ, പരാഗണം. അപ്പോൾ രണ്ട് പൂക്കളിൽ നിന്നുള്ള എന്താണ് ആ പൂമ്പൊടി മറ്റുള്ള ഇതിലേക്ക് എത്തിക്കുന്നത് ആരാണ്? പൂമ്പാറ്റകൾ, വണ്ട്, അങ്ങനെയുള്ളതാണ്. അല്ലെങ്കിൽ കാറ്റടിച്ച് തമ്മിലടിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇത് മറ്റൊന്നിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു എന്ത് വേണം? ഒരു സംവിധാനം വേണം. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കഴിവാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അത് എല്ലാവർക്കും അത് കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം എന്താണെന്ന് അറിയാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് നമ്മുടെ ജീവിതയാത്രയ്ക്കിടയിൽ സംഭവിച്ച ചില അനർത്ഥങ്ങൾ, ചില ദുരിതങ്ങൾ, ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ കഴിയാത്ത ചില തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ഏതെങ്കിലും നമ്മളിന്ന് കവലയിൽ നിന്ന് പ്രസംഗിച്ചു, എത്ര പേരെ കേട്ടെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ജീവിതത്തിന്റെ വാതിലുകൾ അടഞ്ഞ് വഴിയടഞ്ഞു കിടന്നതായ പലരും ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാകും. അവർ ഹൃദയത്തിനകത്ത് വിത്ത് വീണിട്ടുണ്ടാകും. അത് ദൈവം മുളയ്ക്കാനുള്ള അവസരങ്ങൾ വിശ്വസിക്കുന്നവർ കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ നമ്മുടെയും ജീവിതത്തിന് മുമ്പിൽ അടഞ്ഞുപോയ ചില വഴികളുടെ മുമ്പിൽ ഏതെങ്കിലും അഭിഷിക്തൻ കടന്നു വന്ന് ഒരു ട്രാക്ട് തരികയോ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് മകനെ നിന്റെയും വിഷയത്തിന്, മകളെ നിന്റെയും വിഷയത്തിന് പരിഹാരം യേശു ആണെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞപ്പോൾ അത് പിടിവിട്ടിരുന്ന നമ്മൾ യേശുവിൽ കയറി പിടിക്കാനിടയായി തീർന്നു. പക്ഷെ ആ പിടിച്ച പിടി എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, പുളിങ്കുമ്പി പിടിച്ച പോലെയായി. ഞാൻ എന്റെ 24-ാമത്തെ വയസ്സിൽ പൂജപ്പുര സെൻട്രൽ ജയിലിനകത്തേക്ക് ഒരു കുറ്റവാളിയായി പോയ മനുഷ്യനാണ്. അമ്മയ്ക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ആർക്കും വേണ്ട, ഒരു കണ്ണിന് പോലും ദയ തോന്നാത്ത, ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് ജനിച്ച നാൾ മുതൽ മാതാപിതാക്കൾക്ക് ഞാൻ വേദനയായിരുന്നു. കാരണം ഹൈന്ദവ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിക്കുവാനിടയായി തീർന്നത്. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 6 മക്കളാണ്. മൂത്തതൊരു ചേച്ചി, അതിനുശേഷം ഞാനാണ് ഉണ്ടായത്. ഒരു ആൺമകൻ വേണമെന്ന് ആഗ്രഹിച്ചു. അവരാഗ്രഹിച്ചത് ഒരു കുഞ്ഞു വന്നു. അവർ പിറന്ന സമയം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിൽ കർത്തവാവിന്റെ അർദ്ധരാത്രിയാണ്. കർക്കിടക മാസത്തിൽ കർത്തവാവ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈന്ദവരായിട്ടുള്ളവർക്ക് അറിയാം, വളരെ ആ നാളുകളിലൊന്നും വീടുകളിലൊരു നല്ല കാര്യം ചെയ്യത്തില്ല. ഈ അമാവാസി ദിവസം അല്ലെങ്കിൽ കർത്തവാവ് ദിവസം എന്ന് പറയുന്നത് മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുന്ന രാത്രി. എന്നാണ് ഞാൻ എന്റെ വീട്ടിൽ ജനിച്ചത്. ജനനത്തിൽ ഒരു കുഞ്ഞു ജനിച്ചതിൽ അമ്മയ്ക്കും അപ്പനും സന്തോഷമുണ്ടെങ്കിൽ സമയവും എന്റെ നാളും നാഴികയൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ആശങ്ക. അവര് നേരെ ജോലിസിനെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഇവരെ കൊണ്ടൊരു പ്രയോജനമില്ല. 35 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. 35 കഴിഞ്ഞാൽ ഇവര് ശുക്രദശിയാണ്. എങ്ങനെയുണ്ട്? ഒരു കുഞ്ഞിനെ കുറിച്ച് ഭാവി അറിയാൻ വേണ്ടി പോയ സ്ഥലം എന്റെ വാർത്ത. അങ്ങനെ അന്ന് മുതലേ അവർ വേദനയോടെ നടന്നു. പക്ഷേ ജോത്സ്യം പറഞ്ഞ പോലെയൊക്കെ തന്നെ ജീവിതത്തിലൊക്കെ സംഭവിപ്പാനിടയായി തീർന്നു. 24-ാമത്തെ വയസ്സിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, ഒരു കണ്ണിന് പോലും ദേവന പൂജ സെൻട്രൽ ജയിലിനകത്തേക്ക് പോയി. പ്രിയരെ, ആ ജയിലിനകത്ത് ആർക്കും വേണ്ടാത്തവനായി അവിടെ കിടക്കുന്ന സമയത്ത് ആത്മഹത്യക്ക് വേണ്ടി ശ്രമം നടന്നില്ല. അവിടെ അതിനുള്ള സാഹചര്യമില്ല. നിരാശയിലും വേദനയിലും ഓരോ ദിവസം കഴിഞ്ഞു കൂടുമ്പോൾ എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന തടവുകാരന്റെ തലയ്ക്കും ഭാഗത്തിരിക്കുന്ന ഒരു ബൈബിൾ എന്റെ കയ്യിൽ കിട്ടി. എനിക്കറിയത്തില്ല, ഉപദേശിമാരൊക്കെ വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്ന കണ്ടാണ്. അവരെ കളിയാക്കിയിട്ടുണ്ട്. അവരെയൊക്കെ ബൈക്കും ഒക്കെ ഓഫ് ചെയ്ത് അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള സത്യമൊന്നും ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് രാത്രി എന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്തയുണ്ടായി, ഈ പുസ്തകത്തിനകത്ത് എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്തെങ്കിലും കാണുമോ. വളരെ ആർത്തിയോടെ പുസ്തകം മേടിച്ചു, കണ്ണട ചുപിച്ചു. വീട്ടിൽ രാമായണ ഭാഗവതമൊക്കെ തുറന്നു വായിക്കുന്ന പോലെ കണ്ണട ചുപിച്ചു ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടൊരു വാക്യം, നെഹമ്യാന്റെ പ്രാർത്ഥന. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്, വായിക്കണ്ട. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്ന ആ ഒരു ഫലം ഞാനിങ്ങനെ വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെ വെറുതെ തുളച്ചു ചെല്ലുന്നതും നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളും ഭാവങ്ങളും വിവേചിക്കുന്നതാണ്. എനിക്കൊറ്റ കാര്യമുള്ളൂ, മരിക്കണം. ആ ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത്.
പക്ഷേ ദൈവം എന്റെ മേൽ അയച്ച വചനത്തിന് അവൻ എന്നെ ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുവാനായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ എന്നെ ജീവിപ്പിക്കുന്ന ജീവന്റെ വചനങ്ങളാണ്. അത് ദൈവമാണെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പ്രിയരെ, ഈ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ വചനത്തിന് നമ്മെ ഉയർത്താൻ കഴിയും. ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തെ പണിതെടുക്കാൻ കഴിയും. ഈ വചനത്തിനകത്ത് അവൻ നമുക്കുള്ള നന്മകൾ ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശലോമോൻ പറഞ്ഞത്, തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ, പൊന്നിനേക്കാൾ, അതുപോലെ തന്നെ വെള്ളിയേക്കാൾ, മുത്തുകളേക്കാൾ ഇത് വിലയേറിയതാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഇത് കിട്ടുന്നവന് ഒരു നിധി കിട്ടുന്നത് പോലെയാണ്. ഇത് നിന്റെ ജീവിതത്തെ അവൻ അന്വർത്ഥമാക്കി തീർക്കും. ആദ്യമായിട്ട് കണ്ട ആ ഒരു വചനം എന്റെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ള അറിവ് തന്നു. 1-2 അധ്യായം വായിച്ചപ്പോൾ നെഹമ്യാവിന്റെ ജീവിത ചരിത്രം ഞാനും നെഹമ്യാവുമായിട്ട് കൂട്ടുകൂടി. ആ 2ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ നെഹമ്യാവ് പ്രാർത്ഥിച്ചത് ദൈവം അവന് കൊടുത്തു. എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ ചിന്തയുള്ള ഈ ദൈവത്തിന് എന്നെയും സഹായിക്കാൻ പറ്റത്തില്ലേ? എങ്ങനെയാ നമുക്ക് ദൈവത്തെ അറിയാൻ പറ്റുന്നത്? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. എങ്ങനെയാ രുചിച്ചറിയുന്നത്? നമ്മുടെ ജീവിതത്തിലൂടെയാണ്. പഞ്ചസാര നല്ലതാണെന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ എത്ര നേരം നിങ്ങളോട് പറഞ്ഞാലും ആ കൊള്ളാൻ നല്ല തിരക്കേടില്ല എന്നൊക്കെ നിങ്ങൾ അവിടെ നിന്ന് പറയും. പക്ഷെ അതിന്റെ ടേസ്റ്റ് മധുരമാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവിൻ മുമ്പിൽ തൊടണം, ഇല്ലേ? അങ്ങനെ രുചിച്ചറിഞ്ഞവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയരെ, ഈ ദൈവം എത്ര നല്ലവനാ, ഈ ദൈവം എത്ര വലിയവനാ. ഈ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന വേറെ ആരാ ഉള്ളേ? ഈ ദൈവത്തെ പോലെ കരുതുന്ന ദൈവം വേറെ ആരാ ഉള്ളേ? ഈ ദൈവത്തെ അറിയാൻ ഈ ഭൂമിയിൽ ഭാഗ്യം ലഭിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഞാൻ 2ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതായിട്ട് കണ്ടു. അന്ന് രാത്രി പൊട്ടക്കണ്ണം മാറ്റിട്ട് എറിയുന്ന പോലെയാണോ എങ്ങനെയാണോ എനിക്കറിയത്തില്ല, പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പുള്ളിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ലേ? എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, രാമനാമം ജപിക്കാനും ശ്ലോകം ചൊല്ലാനേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അറിയാവുന്ന ഭാഷയിൽ ഞാൻ തമ്പുരാനോട് പറഞ്ഞു, നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല, ദൈവമേ എന്നെ സഹായിക്കും, ഒരവസരം തന്നാൽ നന്നായി ജീവിച്ചോളാം. കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല. പക്ഷെ ബൈബിൾ ആദ്യമായിട്ട് കണ്ട് അതിനകത്ത് ഒരാൾക്ക് കിട്ടിയ റിലീസ്, വിടുതൽ, ഡെലിവറൻസ് അല്ലേ, അതെന്നെ ജീവിതത്തെ സ്വാധീനിച്ചു. പ്രിയരെ, ദൈവവചനം നമ്മളെ സ്വാധീനിക്കണം. അതിനെന്തോ വേണം? എന്തോ വേണം? ഇത് വായിക്കണം, ഇത് കേൾക്കണം. നമ്മളിപ്പോ കവലയിലൊക്കെ നിന്ന് വായിച്ചില്ലേ? ഇല്ലേ? കവലയിലൊക്കെ ഒന്ന് വാക്യം വായിച്ചില്ലേ? നാളെ സഹോദരിമാർക്കൊക്കെ അവസരം ഉണ്ടെന്ന് ദേവദാസം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടേക്കുന്നത്. എന്നാ കാര്യം എന്നറിയോ? ഈ പ്രവചനത്തിലുള്ള വചനങ്ങളെ വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ഇതിലുള്ളത് ആചരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ഇത് വായിച്ചാൽ ഭാഗ്യ പദവിയിലേക്ക് വരിക, ഇത് വായിച്ച് കേൾപ്പിച്ചാൽ എന്ത് സംഭവിക്കുക? ഇതിലുള്ളത് അനുസരിച്ചാൽ ഭയങ്കര അനുഗ്രഹത്തിലേക്ക് വരിക. അപ്പൊ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇത്രയും സിമ്പിളായൊരു മാർഗമാണ് ദൈവം നമുക്ക് തന്നേക്കണേ. മല കയറാൻ ദൈവം പറഞ്ഞോ? എന്തെങ്കിലും ചുമടെടുക്കാൻ പറഞ്ഞോ? ഒറ്റ കാര്യം, നീ പുസ്തകത്തിലുള്ളതൊന്ന് വായിക്കാം. ഇപ്പൊ യിരെമ്യാവ് പറഞ്ഞൊരു പദമുണ്ട്, യിരെമ്യാവ് 15:16, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി. അപ്പൊ കണ്ടെത്തണം. ഈ പുസ്തകം വീട്ടിൽ വെച്ചോണ്ട് നെടുവീർപ്പിട്ടുണ്ടെന്ന് ഒരുപാട് പേര് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനിയായിട്ടുള്ളതിന്റെ തർക്കിമാത്തിനും തലേനായിട്ടിരുന്ന പുസ്തകം എന്റെ ജീവിതത്തെ മാറ്റി. ആ മനുഷ്യൻ അവിടെ കിടന്ന് മരിക്കും, നരകത്തിൽ പോയി. ഈ പുസ്തകം ധൈര്യം സ്വന്തമായിട്ടുണ്ടായിരുന്നവനാ. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാ. പക്ഷെ അവൻ തന്നെ പുസ്തകത്തിലൂടെ ഞാൻ രക്ഷകനെ കണ്ടെത്തി. അവന്റെ തലയ്ക്കും ഭാഗത്തിരുന്ന പുസ്തകത്തിലൂടെ ഈ രക്ഷകനെ കണ്ടെത്താനുള്ള ഭാഗ്യം ആ മനുഷ്യന് കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന് എന്നോട് പ്രീതി തോന്നി, പ്രസാദം തോന്നി. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ദൈവത്തോട് സ്നേഹം വരുന്നുണ്ട്? നമ്മളൊരു വചനമൊക്കെ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ട തന്നെ അറിയാം. എനിക്കൊരു വിടുതൽ കിട്ടും എന്നുള്ളതല്ല, ആ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ഹാർട്ട് നിനക്കുണ്ടാകും. എത്ര ആഴമായ ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. പെറ്റ അമ്മയ്ക്ക് വേണ്ടാത്ത രാധാകൃഷ്ണന്റെ അടുക്കലേക്ക് ദൈവവചനമായിട്ട് ദൈവം ഇറങ്ങി വന്നിരിക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ആരും അന്വേഷിക്കാനില്ലെങ്കിലും ഭാരപ്പെടേണ്ട കാര്യമില്ല കേട്ടോ. നിന്നെ ആരും നോക്കിയില്ലെന്ന് വെച്ച് നീ വിഷമിക്കണ്ട.
കൂടെ ഇരിക്കുന്നവർ പോലും ചിലപ്പോൾ നിന്നെ തള്ളി പറഞ്ഞു പേടിക്കണ്ട. നിന്നെ തള്ളിക്കളയാത്ത, തള്ളിപ്പറയാത്ത, ഒറ്റുകൊടുക്കാത്ത, കൂടെ നിൽക്കുന്ന ഒരു നല്ല രക്ഷകനുണ്ട്. അന്ന് രാത്രി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഒരവസരം. പ്രിയരെ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അന്ന് രാത്രി ഞാൻ സുഖമായി കിടന്നുറങ്ങി. എന്റെ കൂടെ ഉറങ്ങുന്ന സഹോദരന്മാരോട് ഉണ്ട്. രാത്രിയാകുമ്പോൾ ഞാൻ ഉറങ്ങുന്ന അവരുറങ്ങത്തില്ല. ഞാൻ കിടക്കുമ്പോൾ തന്നെ ഞാനങ്ങ് പോകും. എവിടെ പോകണമെന്ന് എനിക്കത്. പിന്നെ ഈ മറ്റേ ട്രെയിനിന്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന സൗണ്ട് പോലെയാണ്. മിക്കവാറും അവരെല്ലാവരും എണീറ്റ് കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും. പ്രിയരെ, ഉറക്കം തരുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം. ഇതൊക്കെ ഉള്ളവരെക്കാൾ കൂടുതൽ സന്തോഷം എന്തുണ്ട്? നാളത്തേക്ക് ചിലപ്പോൾ നമ്മുടെ കരത്തിൽ അരി കാണത്തില്ല, ഒന്നും കാണത്തില്ല. പക്ഷെ ഇതൊക്കെ കൂട്ടി വെച്ചേക്കണമെന്നുണ്ടല്ലോ, നമ്മൾ ചുറ്റുമായിട്ട് കാണാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഒരു 10 വർഷത്തേക്കുള്ളതൊക്കെ സ്വരൂപിച്ച് വെച്ചേക്കണമെന്ന്. ഇല്ലാത്ത സന്തോഷം, നാളത്തേക്കുള്ളത് ഇല്ലാത്ത എന്റെയും നിന്റെയും ഹൃദയത്തിൽ ദൈവം തന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? സന്തോഷമൊന്നും കോമഡി പറഞ്ഞാൽ വന്നതല്ല കേട്ടോ. ഒരു ചിരി കണ്ടാലോ അല്ലെങ്കിൽ കോമഡി സ്റ്റാർ കണ്ടാലോ കിട്ടുന്നതൊക്കെ ഒരു അല്പസമയത്തേക്കേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് ആ സന്തോഷം തന്നാലുണ്ടല്ലോ, എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്, എല്ലാ വാക്യങ്ങളും എന്നെ സന്തോഷിപ്പിക്കുന്നത് ദാവീദ് പറഞ്ഞൊരു സങ്കീർത്തനം, 16-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം എന്താ പറയുന്ന അറിയാമോ? ഞാൻ യഹോവയെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച്, എന്റെ മനസ്സ് ആനന്ദിച്ച്, എന്റെ ജഡം നിർഭയമായിരിക്കുന്നു. നിനക്ക് ഭയമില്ലാതെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നിന്റെ അടുത്ത് ദൈവ സാന്നിധ്യം വേണം. എത്ര പേരത് വിശ്വസിക്കുന്നു? ആരാധന ദൈവദാസനത് ഓർപ്പിക്കുവാനിടയായി തീർന്നല്ലോ. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ ഭയത്തിൽ നിന്ന് വിടുതൽ നൽകും. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ ലേഖനം താൻ പറഞ്ഞു, അതെ, ഭയത്തിന് ദണ്ഡനമുണ്ട്, എന്നാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഇന്ന് രാത്രി ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ നിന്നെ മലിക്കുന്ന സകല ഭാരങ്ങളും സകല ഭയങ്ങളും നിന്നെ വിട്ടുവരും. സന്തോഷമുണ്ട്. ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി, സുഖമായി. രാവിലെ 5:45 ബെല്ലടിച്ചു. എല്ലാ ദിവസവും രാത്രി ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ, രാജ്യഭാഷക്ക് അറിയാം, ഉദ്യോഗസ്ഥന്മാർ ബ്ലോക്കിലേക്ക് നടന്നു വരുമ്പോൾ 1, 2, 3, 4 എന്റെ മുറിയുടെ മുമ്പിൽ എത്തുമ്പോൾ 50 അടി 52 ചെരുപ്പിന്റെ ശബ്ദം ഞങ്ങൾ അങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന ആളാ. ഈ അഴിയെണ്ണ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അഴിയെണ്ണ ഈ വഴിയിലൊക്കെ നിൽക്കുമ്പോൾ പറഞ്ഞു, ജയിലിലെ ഉണ്ട ഞങ്ങൾക്ക് പുല്ലാടാ, പോലീസ് ഞങ്ങൾക്ക് പുല്ലാടാ, അഴിയെണ്ണ. അതിനകത്ത് എണ്ണുമ്പോഴേ അറിയത്തുള്ളൂ. 15 വർഷം കിടന്ന് എണ്ണീതാ മക്കളെ. പക്ഷേ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം. ചില കഷ്ടതകളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തകർക്കുന്ന പിശാചിന്റെ പദ്ധതിയല്ല. ചിലതെല്ലാം വെളിപ്പെട്ടു വരേണ്ടതിന് ദൈവം ഒരുക്കുന്ന ചില വഴികളാണെന്ന് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം തരുന്ന ഈ അവസരങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഞാൻ ചാടി എഴുതിട്ട് എന്റെ സ്നേഹിതന്മാരെന്നെ തട്ടി ഉണർത്തി. എനിക്ക് എണീക്കാൻ പറ്റിയില്ല. ബെല്ലടിച്ചത് ഞാൻ അറിഞ്ഞില്ല. കാരണം തമ്പാന്റെ ഒരു ബെല്ലടിച്ചാൽ, പൂജപ്പുര ബെല്ലടിച്ചാൽ തമ്പാന്റെ ഒരു ബസ് സ്റ്റാൻഡ് വരെ കേൾക്കാം. എന്റെ ബോസ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയിട്ടേക്കുന്ന ഒരു പണിയാ. പക്ഷെ അതിന്റെ കീഴെ കിടക്കുന്ന എനിക്ക് എണീക്കാൻ പറ്റിയില്ല. ദൈവം സമാധാനത്തോടെ ഉറങ്ങാൻ നമ്മളെ അനുവദിച്ചാൽ ഒരു ശക്തിക്കില്ല. ഞെട്ടിയടിക്കുക, സ്വപ്നം കാണുക, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, നീ എന്റെ അടുക്കലുണ്ടല്ലോ, എന്റെ കിഴക്ക് കരികിൽ അവിടെ നിന്നുണ്ടല്ലോ. അവൻ ആ ദൈവ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണം കർത്താവേ. ആ സ്നേഹം എന്നിൽ ഒന്ന് മൂടണം കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവം എനിക്ക് നല്ല ഉറക്കം തന്നു. ഞാൻ എന്റെ സ്നേഹിതന്മാർ തട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് അവനോട് ചേർത്ത് വെച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ഇതൊരു സാധാരണ പുസ്തകമല്ല. ഇതിനകത്ത് എന്നെ സ്വാധീനിക്കുന്നത് എന്തോ. ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ പുസ്തകമാണ്.
ഇതിലെ വചനങ്ങളാ. ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങളൊക്കെ ജോലിക്ക് പോയി മടങ്ങി വന്ന് രാത്രി 9 മണിയാകുമ്പോൾ വീണ്ടും ബൈബിൾ വായിക്കാൻ തുടങ്ങി. എന്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി, എന്റെ ജീവിത തകർച്ചയെ കുറിച്ച് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർന്ന് ജയിലിനകത്ത് വരേണ്ടത്? മദ്യപാനം മയക്കുമരുന്നൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ജയിലിൽ വന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ നിർത്താൻ വേണ്ടി എത്രയോ ശ്രമം നടത്തിയിട്ടുണ്ട്, നടന്നില്ല. പരിശുദ്ധാത്മാവിനോട് വചനത്തിലൂടെ ഇടപെടാൻ തുടങ്ങി. പ്രവാചകന്റെ പുസ്തകം 33:11 എന്നോട് സംസാരിച്ചു. അവൻ ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒന്ന് വായിക്കാമോ സഹോദരി? എസ്കേൽ 33:11. എസ്കേൽ 33:11. ഹല്ലേലൂയ. ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്നെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്ര എനിക്ക് ഇഷ്ടമുള്ള. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ആ വാക്യത്തിലൂടെ. ദുഷ്ടതയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ അതിന് വിഹരിക്കുകയാണ്, അതിന് സന്തോഷിക്കുകയാണ്. അതിനുള്ള ആ ഒരു അനുഭവത്തിലൂടെ പോകുവാനായിട്ടാണ് അവന്റെ ഇഷ്ടം. പക്ഷെ ദൈവം പറയുന്നു, ദുഷ്ട, നിന്റെ മരണത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. നീ അത് വിട്ടു തിരിയണമെങ്കിൽ. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ വിട്ടു തിരിയണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് അറിയില്ല. കാര്യം ഇതൊന്നും പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടേ? ഇത് പറഞ്ഞു തരാൻ ആരുമില്ല. ജയിലിനകത്ത് ഇതൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഒന്നും പോവില്ലല്ലോ. ഞാൻ ജയിലിന്റെ ആ ലോകത്തിന്റെ ഒരു കോണിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ബൈബിള് വായിക്കാനുള്ള പ്രേരണ എന്റെ ഉള്ളിലുണ്ടായി. യെശയ്യാവ് 55:7 പറയുന്നു, ദുഷ്ടൻ തന്റെ വഴിയെ നീതി കിട്ടവൻ തന്റെ വിചാരത്തെയും വിട്ട് യഹോവയിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. ഈ 2 വാക്യങ്ങളാണ് എന്റെ ജീവിതത്തെ ഒരു ചലനത്തിലേക്ക് നടത്തിയത്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ പാപത്തിന് പരിഹാരമുണ്ടോ? എന്റെ ദുഷ്ടതയുടെ ഹൃദയത്തിന് മാറ്റം വരുമോ? എന്റെ ജീവിതത്തിന് എങ്ങനെയാണ് ഒരു ശുദ്ധീകരണം നടക്കുന്നത്? ഞാൻ സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് സ്വർണ്ണം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ എനിക്കറിയാമെന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചു. എന്റെ പ്രിയരെ, 1993 ഡിസംബർ മാസം 27 ഇതുപോലെ സുവിശേഷ സംഘം ഈ കവലയിലേക്ക് നിന്ന് പ്രസംഗിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതുപോലെ ഒരു സുവിശേഷം ചില സിസ്റ്റേഴ്സ് അതിനകത്ത് കടന്നു വന്നു. അവർ ചില പാട്ടുകൾ പാടി അതിനുശേഷം ഒരു യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. ഞാൻ ആ മീറ്റിങ്ങിലേക്ക് കടന്നുപോയി. യേശുവിന്റെ ജനനത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഉറപ്പിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. ഒടുവിലായിട്ട് അദ്ദേഹം യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഇങ്ങനെ ഗലാത്യ ലേഖനം 3:1 പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എന്റെ മുമ്പിൽ വരച്ച് കാണിച്ചു. ഒരു സുവിശേഷകന്റെ ദൗത്യം എന്താണെന്നറിയാമോ? ക്രൂശിക്കപ്പെട്ട യേശുവിനെ ജനത്തിന്റെ മുമ്പിൽ വരച്ച് കാണിക്കുക എന്നുള്ളതാണ്. പേപ്പറിലല്ല, ദൈവവചനത്തിലൂടെ. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. നമ്മൾ പറയുന്ന കാര്യം നിശ്ചയത്തോടുകൂടി ആയിരിക്കണം. കാരണം യേശു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല ഉലകത്തിൽ. എന്നാൽ അനേക ഈ സത്യമുള്ളത് കൊണ്ടാണല്ലോ അസത്യങ്ങൾ ഇഷ്ടം പോലെ അതിന്റെ പിന്നാലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ സത്യത്തിന് വിരോധമായില്ലേ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? സത്യത്തെ തടുക്കുന്നതിന് വേണ്ടി എന്താണ്? അസത്യം കൊണ്ട്, ദുഷ്ടത കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല അബദ്ധിക്കും അനീതിക്കും എതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞവർ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ജയിലിൽ കിടന്ന പൗലോസ് പറയുക, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്ങനെയാണ് ഇത് അഭിവൃദ്ധിയിലേക്ക് നടത്തപ്പെടുന്നത്? ഇത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ്. ഈ നയമാന്റെ വീട്ടിലൊരു പെൺകൊച്ചുണ്ടായിരുന്നു, ഇസ്രായേലിന്റെ ബാല്യക്കാരത്തി. നയമാനൊക്കെ അരാമ്യ സൈന്യം വന്ന് ഇസ്രായേലിൽ വന്ന് തോപ്പിച്ചിട്ട് തട്ടിക്കൊണ്ടു പോയതാ. ആ പെൺകുഞ്ഞിനെ കവർച്ചപ്പടയായി കൊണ്ടുപോയതാ. നയമാന്റെ വീട്ടിലെ വേലക്കാരിയാ. നയമാൻ വലിയ പുള്ളിയാ, സൈന്യാധിപനാ, പരാക്രമശാലിയാ. ദൈവം അവന് ജയം നൽകിയത് കൊണ്ട് ഭയങ്കര പേരും പ്രശസ്തിയുണ്ട്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും അവൻ കുഷ്ഠരോഗിയാ. കുഷ്ഠരോഗിയുടെ കൂടെ ജീവിക്കുന്ന ഒരു ഭാര്യയുടെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഭവനത്തിനകത്ത് ആ സഹോദരി ജീവിക്കുമ്പോൾ ഈ യജമാനത്തിയുടെ സങ്കടങ്ങൾ അവൾ കണ്ടു. അവളൊരു ദിവസം യജമാനത്തിയോട് പറഞ്ഞു, യജമാനത്തി, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങളുടെ വിഷയം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ യജമാനോട് ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ അടുക്കൽ ഒന്ന് പോകാൻ പറയാമോ? അവിടെ ഒന്ന് ചെന്ന് കാണാൻ പറയാമോ? ആ സഹോദരി അത്രയും കാര്യം പറഞ്ഞോളൂ. യജമാനത്തി എന്ന്
യജമാനോട് പറഞ്ഞു. പുള്ളിക്ക് ഏതായാലും തൃപ്തി തോന്നി, കാരണം പലതും പരീക്ഷിച്ച് മടുത്തിരിക്കുക. ഇപ്പൊ എല്ലാം ഈ കോളറിന്റെ അത്രയോ കഴുത്തിന് അത്രയുള്ള കോളറും ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടാ പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പുള്ളി നേരെ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ. രാജാവ് ചോദിച്ചു, നീ എന്നെ വഴക്കുണ്ടാക്കാൻ പറ്റുള്ളൂ? അപ്പൊ ഏലീശ ആളെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങ വിട്ടേര്, അവൻ വന്നത് അങ്ങേ തേടിയല്ല എന്നെ തേടിയോ വന്നത്. അങ്ങനെ ഏലീശയുടെ അടുക്കലേക്ക് ഈ പുള്ളി എന്താ പണവും പരിവാര സമേതം വരിക. അതുകൊണ്ട് ഏലീശ ഒരു ഗേഹസീനെ വിളിച്ചിട്ട് പറഞ്ഞു, അവനോട് യോർദാനിൽ പോയിട്ട് ഒരു 7 വട്ടം മുങ്ങിയിട്ട് പോകണം. പുള്ളി വലിയ പരാക്രമശാലിയൊക്കെ അല്ലേ. ഗേഹസി വന്നിട്ട്, അതെ യജമാനൻ പറഞ്ഞു ആ യോർദാനിൽ പോയിട്ട് 7 പ്രാവശ്യം മുങ്ങിയിട്ട് പോകണം. പുള്ളിക്കൊന്നും സാധിച്ചില്ല, കാരണം വലിയ പ്രൗഢിയും ഭയങ്കര പരാക്രമശാലിയല്ലേ. അപ്പോൾ ഞാൻ വരുമ്പോൾ എന്നെ എതിരേറ്റോണ്ട് പോയി മഞ്ചത്തെ കിടത്തി ഇങ്ങനെയൊക്കെ കാണിക്കും എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഉള്ളിലും ഒരു മുൻവിധിയില്ല എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇത് ആ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് നമ്മളോട് പറഞ്ഞാൽ അത് നമ്മൾ അനുസരിച്ചാൽ മതി, അത് വിടുതലാ. പക്ഷെ നമ്മൾ നമ്മുടെ യുക്തിക്കും നമ്മുടെ ലോജിക്കും വെച്ച് നമ്മളിതിനെ വിശകലനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിക്കും കാരണമായി തീർന്നില്ല. അപ്പോൾ പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കി നിൽക്കുന്ന കൂടെയുള്ളൊരു ഒരു വൃത്യം പറഞ്ഞു, എന്റെ യജമാനനെ പണം മുടക്കിയിട്ടാണെങ്കിൽ അങ്ങ് എത്ര രൂപ മുടക്കിയെന്നെ, ഇഷ്ടം പോലെ പൊന്നും പണമായിട്ടല്ലേ നിങ്ങൾ വന്നേക്കണേ. പക്ഷെ ഇത് ഒരു പൈസയുടെ ചെലവില്ലാത്ത കാര്യമില്ലേ, ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. ചിലർക്ക് ബുദ്ധി വരുന്നില്ല. പുള്ളി നേരെ യോർദാനിലിറങ്ങി 6 പ്രാവശ്യം മുങ്ങി, ഒന്നും നടന്നില്ല. പക്ഷെ 7ാമത്തെ പൊങ്ങിയപ്പോൾ ഒരു കുഞ്ഞിന്റെ ശരീരം പോലെ ആ ശരീരം ചുറ്റിയുള്ളതായി മാറിയെന്ന് ബൈബിൾ പറയുന്നു. എങ്ങനെയാ പ്രിയരെ ആ വിടുതൽ നടന്നത്? അടിമയായി കഴിയുന്ന ഒരു കുഞ്ഞിന്റെ വായിൽ നിന്നൊരു വാക്ക് വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ടാ. ഇന്ന് രാത്രി നമുക്ക് തന്ന വിടുതൽ നമ്മൾ അനുഭവിച്ച് നമ്മുടെ വീട്ടിൽ സൂചിച്ചു കഴിഞ്ഞാൽ മതിയോ? നമുക്ക് ചുറ്റുമായിട്ട് നമ്മൾ അനുഭവിച്ചതുപോലെ വേദനയിലൂടെ പോയി അനേകരില്ലേ? നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങൾ സഹിക്കുന്നവരില്ലേ? അതെ, മദ്യത്തിനും അറിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്നവരില്ലേ? അവരെ കണ്ടിട്ട് കുടിയന്മാരെന്ന് പറഞ്ഞ് നമ്മൾ വിശുദ്ധരെന്നും പറഞ്ഞ് നമ്മളിവിടെ ഒന്ന് കൈകൊട്ടി പാടി ആരാധിക്കുന്നത് നല്ലത് തന്നെയാ. പക്ഷേ അവനെ കുറിച്ചൊരു മനോഭാരം, ആത്മഭാരം നമ്മുടെ ഉള്ളിലുണ്ടോ? ഈ ആത്മഭാരം എന്റെയും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലേ സൂചനം പറയാൻ പുറത്തിറങ്ങത്തുള്ളൂ. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം നിങ്ങൾ വായിക്കണം. 4 കുഷ്ഠരോഗികളുണ്ട് അവിടെ, 4 കുഷ്ഠരോഗികൾ. 7:1 പറയുന്നു, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശേക്കൽ 1 സെയാ ഗോതമ്പ് യവവും ശേക്കലിന് 2 സെയാ യവവും വിൽക്കുമെന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന മന്ത്രി പറഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ പോലും നടക്കത്തില്ലെന്ന്. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു, നീ അത് കാണും, പക്ഷെ നീ തിന്നത്തില്ല. പ്രിയരെ, ദൈവം നമ്മളോട് ഒരു സന്ദേശം, ഒരു ദൂത് തരികയാണെങ്കിൽ, നിന്നെ കുറിച്ചുള്ള, നിന്റെ ഭാവിയെ കുറിച്ചോ തലമുറയെ കുറിച്ചോ, അവൻ ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെ ദൈവം വാഗ്ദത്തം ചെയ്ത വിഷയത്തിന് അത് മാറ്റമില്ല കേട്ടോ. ദൈവം അരുളി ചെയ്തതാണെങ്കിൽ തിരുവായി മൊഴിഞ്ഞത് തൃക്കൈ കൊണ്ട് നിവർത്തിപ്പാൻ കെൽപ്പുള്ളവനാണ് എന്റെ ദൈവം. പക്ഷെ ഇത് വിശ്വസിക്കണം. ഏലീശ വിളിച്ചു പറഞ്ഞ് വിശ്വസിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ 4 കുഷ്ഠരോഗികളുടെ പടിവാതികൾ കിടപ്പുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് തമ്മിൽ പറയുക, പാളയത്തിനകത്ത് പോകാൻ നിവർത്തിയില്ല. ഇസ്രായേലിന്റെ അടുത്ത് നിന്നുള്ളവരായി ഈ കുഷ്ഠരോഗികൾ. അവരെ പാളയത്തിന് പുറത്താക്കിയേക്കുക. കാരണം പ്രമാണം പറയുന്നു, കുഷ്ഠരോഗിക്ക് പാളയത്തിനകത്ത് പാർക്കാൻ നിവൃത്തിയില്ല, നല്ല വസ്ത്രം ധരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ അവർ പറഞ്ഞു, എടാ ഇവിടെ കിടന്നാൽ നമ്മൾ മരിക്കും, പട്ടിണി കിടന്നാൽ നമുക്ക് പാളയത്തിലേക്ക് പോകാൻ പറ്റത്തില്ല, പ്രമാണമില്ല. പക്ഷെ നമുക്ക് എങ്ങോട്ട് പോകാം? ശത്രുപാളയത്തിൽ പോകാം, അരാമ്യ പാളയത്തിലേക്ക് പോകാം. അവിടെ ചെന്ന് വല്ലതും കിട്ടിയാ തിന്ന് മരിക്കാന്ന് പറഞ്ഞ് പോകുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കണം. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവർ തമ്മിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവര് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കുറെ തുണികളൊക്കെ അവിടെ കിടക്കുന്നു. അവർ വിചാരിച്ച് പട്ടാളക്കാര് അവരെ പിടിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവർ കൂടാരത്തിൽ ചെന്ന് ഇഷ്ടം പോലെ ഭക്ഷണം അത് അവർ വായ നിറച്ച് കഴിച്ചു. പിന്നെ ഒരു കൂടാരത്തിൽ കയറിപ്പോൾ നല്ല വസ്ത്രങ്ങൾ കണ്ടു, അതൊക്കെ വാരിയെടുത്തു. പിന്നെ ഒരു കൂടാരത്തിൽ കയറിപ്പോൾ കുറെ സ്വർണ്ണം ഇരിക്കണുണ്ടോ, അതും വാരിയെടുത്തു. അങ്ങനെ അവിടെ ഉള്ള സമ്പത്തൊക്കെ വാരി അവരിങ്ങനെ മാറോട് ചേർത്ത് വെച്ച് 4 പേരും കൂടെ നിൽക്കുമ്പോ ഒരുത്തം പറയുക, എടാ ഇന്ന് സദ്വർത്തമാന ദിനമല്ലേ? 7-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഇന്ന് സദ്വർത്തമാന ദിനമല്ലേ? കാലങ്ങളായിട്ട് നമ്മുടെ സഹോദരങ്ങൾ ആ പാളയത്തിനകത്ത് പട്ടിണി കിടക്കുക, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ല. അങ്ങനെ കഴിയുന്ന ആ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു വലിയ ദൈവിക പ്രവൃത്തിയ അത് നമ്മൾ കണ്ടത്. ഈ കണ്ട കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ,
ഈ കണ്ട കാര്യം ഞാനും നിങ്ങളും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റക്കാരാണ്, കുറ്റരോഗിയായിരിക്കുന്ന വ്യക്തികൾ. ഈ പാളയത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടവരാ. പക്ഷേ അവരുടെ ഹൃദയത്തിലുള്ള ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടോന്നാ എന്റെ ചോദ്യം. അവരുടെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത ആ ദൈവസ്നേഹം അവർക്ക് ഒരിക്കലും പോയി പറയണ്ട. പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയ ഒരു വലിയ രക്ഷയാണ്. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാ പറയാൻ കഴിയുന്നത്? പ്രിയരെ, അവർ ഓടിപ്പോയി. പാളയത്തിനകത്ത് കയറാൻ പ്രവേശനമില്ലാത്തവരാ. രാജാവിന്റെ വാതിൽ പടിക്കൽ ചെല്ലാൻ പ്രവേശനമില്ലാത്തവരാ. പക്ഷെ കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിലുള്ള പ്രമാണങ്ങൾ മാറി. അവർ നേരെ രാജാവിന്റെ പടിവാതിൽക്കൽ ചെന്ന് രാജധാനി വിചാരകനോട് പറഞ്ഞു, ഇതാ ദൈവം പറഞ്ഞതുപോലെ ശമരിയയുടെ പടിവാതിൽക്കൽ നമുക്ക് ആവശ്യമായ ഭക്ഷണം നൽകാൻ തക്കോണം ഒരു വലിയ വിടുതൽ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. രാജാവ് ആളന്വേഷിച്ചിട്ട് പറഞ്ഞേ, അത് അവന്മാര് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ചില നമ്പർ കാണിച്ചു തന്നുകൊണ്ട്. പക്ഷേ പിന്നീട് പരിവാര സമേതം ചെന്ന് കഴിഞ്ഞപ്പോൾ രാജാവ് കണ്ടത് അവിടെ ആ അരാമ്യ സൈന്യം കൊണ്ടുവന്ന് വെച്ച ധാന്യങ്ങൾ ഇരിക്കുക. പ്രിയരെ, ദൈവം ഒരു ദൂത് നമ്മളോട് പറയുമ്പോൾ തൊട്ടടുക്കെ നമുക്കുള്ളത് കരുതി വെച്ചിട്ടാ ദൈവം നമ്മളോട് ദൂത് പറയുന്നത്. എത്ര പേർക്ക് രാത്രി സന്തോഷമുണ്ട്? ദൈവത്തിന് എന്നോട് നിങ്ങളോട് കൈമാറാനുള്ള ആ ദൂതെന്ന് പറയുന്നത്, ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ സൃഷ്ടിച്ചത്. നിനക്കുള്ള ഭക്ഷണം മാത്രമല്ല, നീ ചെയ്ത പാപത്തിനുള്ള പരിഹാരത്തിനും ഞാനൊരു കുഞ്ഞാടിനെ അറക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റോമാലേഖന കർത്താവ് അതിനൊരു പദം എഴുതി കേട്ടോ. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം എന്താ എഴുതിയെന്നറിയാമോ? ഒന്ന് വായിക്കാമോ? 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങളുടെ സഭയിലൊക്കെ സഹോദരിമാരാണ് അച്ചട്ടായിട്ട് ബൈബിൾ വായിക്കുന്നത് കേട്ടോ. ഇവിടെ സഹോദരന്മാരായിരുന്നു വായിക്കുന്നത്. അതെല്ലാം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു കേട്ടോ. ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് സഹോദരിമാരിങ്ങനെ എന്ത് ചെയ്യണം? അതിന് നമ്മുടെ ഈ എന്ത് ചെയ്യണം? അതിന്റെ ഈ പുസ്തകക്രമമൊക്കെ ശരിക്കും പഠിക്കണം. ഞാനിപ്പോ എസ്കേലൊക്കെ നോക്കുന്ന ഒരാൾ പുതിയ നിയമത്തിലാണ് നോക്കുന്നത്. ഇവിടെ നോക്കിയപ്പോ സ്വോത്രം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാം അവിടെ വായിച്ചേ. റോമാലേഖനം 8 സ്വന്തം പുത്രനെ നമ്മൾ ചോദിച്ചിട്ടാണ് കർത്താവ് പുത്രനെ തന്നത്? ആണോ? അയ്യോ കർത്താവ്, എനിക്ക് നിന്റെ പുത്രനെ തന്നെ ഞങ്ങളുടെ പാപത്തിന് വേണ്ടി അവനെ അയക്കണമെന്ന് നമ്മൾ ആരെയും പ്രാർത്ഥിച്ചോ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ പരിപാടി കർത്താവ് ഒപ്പിച്ചു വെച്ചേക്കുക. നമ്മളിത് വിശ്വസിച്ചാൽ മതിയെന്ന്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചത്. ഇത് ചിലരുള്ള ദൂതാ കേട്ടോ. ഇന്ന് രാത്രി നിങ്ങളത് ഏറ്റെടുത്തോണം. ഇത് ചിലരുടെ ദൂതാ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചതെന്നവൻ അതോടുകൂടെ തെറ്റിപ്പോയി ശകലം തരാമെന്നാ പറഞ്ഞേക്കണേ അല്ലേ? ശകലം അങ്ങനെയല്ലേ? അത് എനിക്ക് തെറ്റിയതാണോ? സകലതും. എന്നിട്ട് നമ്മൾ വിചാരപ്പെട്ട് നടക്കുക. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇതാ സുവിശേഷം എന്ന് പറയുന്നത്. ഇതാ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായി ദൈവം കരുതി വെച്ചിരിക്കുന്നത്. അത് ദൈവം നമുക്ക് ഇങ്ങനെ എറിഞ്ഞു തന്നേക്കുക. നീ അതൊന്ന് ആസ്വദിക്കുക. എന്നിട്ട് നമ്മളിത് വിട്ടേച്ച് നമ്മൾ ഒരു ഇരിയുടെ മുമ്പിൽ പോയിരിക്കുക. അവര് പറയുന്ന വളിച്ച കോമഡി കണ്ട് നമ്മൾ അട്ടഹസിച്ച് ഹലോ എന്നായിരിക്കും നിങ്ങളുടെ ചിന്തയില്ലേ? പ്രിയരെ, നമ്മുടെ സമയം വിലയില്ലാതെ കളയരുത്. ഒരു ദൈവ പൈലിന് 24 മണിക്കൂറും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ദൈവദാസൻ ഒരു ആത്മപൂർണനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആത്മീക അവനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവന്റെ ജീവിതത്തിനകത്ത് മുഴുവൻ എന്തായിരിക്കും അറിയാമോ? എന്നിലുള്ള കൃപ മറ്റുള്ള ഒരാളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു വ്യഗ്രത. എന്തിനാ രാജീവ് പണിക്കർ പാസ്റ്റർ ഓടി ഇങ്ങോട്ട് വരുന്നത്? ബോസ് പാസ്റ്റർ ഓടി ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങള് ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ മേഖല രൺസിംഗ് പാസ്റ്റർ ഞങ്ങളൊക്കെ 2009 ഞങ്ങൾ പരിചയപ്പെട്ട ആ കാലം മുതലേ ഞങ്ങൾക്ക് ലഭ്യമാകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പണം മുടക്കി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ സൂചിച്ചിട്ട് അറിയിക്കാൻ. എന്തിനാണെന്നറിയാമോ? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗത്തിൽ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും.
മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയാത്തവനെ ഞാനും ഏറ്റു പറയത്തില്ല. ഇവിടെ ആരും നിനക്ക് സംസാരിക്കാനില്ലെങ്കിൽ സ്വർഗത്തിൽ എനിക്കും നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവനുണ്ട്. ഹലോ, അവൻ എനിക്ക് വേണ്ടി നിൽക്കുന്നവനാ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ. ഇന്ന് രാത്രി ഒരുമിച്ച് കരപടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇങ്ങനെ വിടിവിക്കുന്ന, ഇങ്ങനെ നമ്മളെ കരുതുന്ന, ഇങ്ങനെ നമുക്ക് വേണ്ടി അവൻ നന്മകൾ ഒരുക്കുന്ന, ഇങ്ങനെ നമുക്ക് വേണ്ടി സകലതും നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ സുവിശേഷകൻ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന യേശു. അദ്ദേഹം പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, യേശു ഒരു കുറ്റവും ചെയ്യാൻ അത് ഒരു കള്ളം പറഞ്ഞല്ലോ. ഒരു കള്ളം പറഞ്ഞ് എന്താ പറഞ്ഞ? നീ ക്രിസ്തു അല്ലേ, നീ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെ കൂടെ വന്ന് രക്ഷിക്കുക. മറ്റവൻ അവനെ ശാസിച്ചിട്ട് പറഞ്ഞു, എടാ, നമ്മള് ന്യായമായത് അനുഭവിക്കുക, ഇവനോ ആകാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നേരെ യേശുവിന്റെ നേരെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. 2-3 പേരുടെയും ജീവിതം അവസാനിക്കാൻ പോകുക. നിമിഷങ്ങൾക്ക് മുമ്പ് ആ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടു പോകുന്നതിന് മുമ്പ് യേശുവിനോട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. യേശു പറഞ്ഞ മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ദേവദാസനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ജീവിതത്തിന്റെ എല്ലാ തകർച്ചയിലും ഇനി നരകത്തിലേക്ക് വിധിക്കപ്പെട്ട ഒരുവനെ പറുദീസയിലേക്ക് യേശു കൊണ്ടുപോയെങ്കിൽ എനിക്കും അവിടെ ഒരു സീറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ യേശുവിനെ സ്വീകരിച്ചു, യേശുവിന്റെ ഉള്ളിൽ വന്നു. ഞാൻ കർത്താവിന് വേണ്ടി എന്റെ ജീവിതം വേർതിരിച്ചു. എല്ലാവരും കൈവിട്ട് എനിക്ക് വഴി തുറക്കാനും ആ കാരാഗ്രഹത്തിനകത്ത് ഒരു സുവിശേഷകരായി 14 വർഷം ജീവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇതാരും പറഞ്ഞിട്ടൊന്നുമില്ല, ആരെങ്കിലും സപ്പോർട്ട് തരാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അതിനകത്ത് സുവിശേഷം അറിയിച്ചത് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നിന്റെ സമശിഷ്ടങ്ങളോട് ഞാൻ എന്ത് ചെയ്തോ എന്നോട് പറയണം. എങ്ങനെയാ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞ മനസ്സിലായോ? ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമുക്ക് ഈ മഹനീയമായ രക്ഷ ദൈവം തന്നു. നമ്മൾ സുരക്ഷിതമായ ഒരു പാർട്ട്, ഒരു ലൈഫിലേക്ക് നമ്മൾ വന്നു. നമുക്ക് ചുറ്റുമായി ആ സുരക്ഷിതത്തിൽ വരാതെ നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ടെന്ന് ആത്മാവിന്റെ കണ്ണു തുറന്നു കാണണം. വിടുവിക്കാൻ നോക്കുക, മരണത്തിനായി കൊണ്ടുപോകുന്നവരെ വിടുവിക്കാൻ നോക്കുക. നീ അറിഞ്ഞില്ല എന്ന് നീ പറയുന്നെങ്കിൽ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ അറിയുന്നില്ലയോ? സദൃശവാക്യങ്ങളിലുള്ള വാക്യാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ